യുവതാര വായനശാല ഇനി സ്വന്തം കെട്ടിടത്തിൽ. നാഗലശ്ശേരി പഞ്ചായത്തിലെ വടക്കേ വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന യുവതാര വായനശാല ഇനി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 2 സെന്റ് സ്ഥലത്ത് കെട്ടിടം സ്ഥാപിച്ചത്. മെയ് 11 ഞായറാഴ്ച വൈകുന്നേരം 5:30 കലാപരിപാടികളോടെ വാർഷികാഘോഷം തുടങ്ങും. 7 മണിക്ക് മന്ത്രി എം ബി രാജേഷ് കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിക്കും. തദ്ദേശ സാരഥികളും ഗ്രന്ഥശാല പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. കൂറ്റനാട് പുനർജനി സംഘത്തിന്റെ നാടൻപാട്ട് അവതരണം ഉണ്ടാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എ കൃഷ്ണകുമാർ, ടി കെ ബാലൻ മാസ്റ്റർ, ടി കെ സുരേഷ് കുമാർ, ഒ വിജയകുമാർ, വി വി ബനികണ്ഠൻ എന്നിവർ അറിയിച്ചു. 1987 തുടർന്ന് അതോടനുബന്ധിച്ച് വായനശാല ആരംഭിക്കുകയും 2022 ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം നേടുകയും ചെയ്തു. സ്വന്തമായി ഉള്ള സ്ഥലത്ത് ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ് വായനശാല പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് വായനശാലയുടെ പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സന്തോഷപൂർവ്വം ആ ആവശ്യം അംഗീകരിക്കുകയും 2 ഘട്ടങ്ങളിലായി 2 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നീക്കുകയും ചെയ്തു. തുടർന്ന് ഈ വർഷം 2024-25 വർഷത്തിൽ ഇലക്ട്രിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ടും നീക്കിവെച്ച് ഇപ്പൊ കെട്ടിടം പൂർണ്ണമായി സജ്ജമായിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 11-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിക്കും. വാർഷികവും ഇതേ വേദിയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ വർഷവും വാർഷികാഘോഷം നടത്തുന്ന പരിപാടി യുവതാരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ വാർഷികാഘോഷം ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ടും സംയുക്തമായി 11-ാം തീയതി നടക്കുകയാണ്.